എക്സാമിന് ഇനി 2 ആഴ്ചയോളം മാത്രമേ സമയമുള്ളൂ. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ചുരുങ്ങിയത് 1-2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. ഓൺ എക്സാമിനുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് എത്ര ആൾക്കാരുണ്ട്? കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ടാണോ കവർ ചെയ്തിട്ടുള്ളത്? ഇനി നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ, ഓണം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? ഓൺ എക്സാം അല്ലേ, മാർക്ക് കുറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആണ് മാത്സിന് ഓൺ എക്സാമിന് വരുന്നത്. അതേപോലെ ഓരോ സബ്ജക്റ്റിനും കൃത്യമായുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇപ്പം പഠിച്ചാൽ പഠിച്ചു, കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനൊക്കെ ആകുമ്പോൾ സെക്കൻഡ് ടേമിലെ ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഫൈനൽ എക്സാം എത്തുന്ന സമയത്തായിരിക്കും ഈ ആദ്യത്തെ ചാപ്റ്റേഴ്സിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത് പഠിക്കാതെ പോവുകയാണെങ്കിൽ അവസാനത്തെ എക്സാം ആകുന്ന സമയത്തും നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റേഴ്സുകൾ ബുദ്ധിമുട്ടായിട്ട് തന്നെ നിൽക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ചാപ്റ്റേഴ്സ് നല്ലതുപോലെ പഠിച്ചിട്ട് ഓണം എക്സാം നിർബന്ധമായിട്ടും എഴുതണം. അത് നിങ്ങൾക്ക് മാർക്ക് കുറയാണെന്ന് തോന്നുകയാണെങ്കിലും നല്ല മാർക്ക് കിട്ടുമെന്ന് തോന്നുകയാണെങ്കിലും നിർബന്ധമായിട്ടും ഓണം എക്സാം എഴുതണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി ഓണം എക്സാമിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ മാത്സിന്റെ കേസ് മാത്രമാണ് പറയുന്നത്. ഇനി 2 ആഴ്ചത്തോളം മാത്രമേ സമയമുള്ളൂ. മാത്സിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 1ാമത്തെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, 2ാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, 3 മെട്രിക്സ്, 4 ഡിറ്റർമിനൻസ്, 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ശ്രദ്ധിക്കുക, 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണോ? നിർബന്ധമായിട്ടും. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും ഒരു 15-20 മാർക്കിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. 15 to 20 ഉള്ളിലും മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അതെന്തുകൊണ്ടാണ്? ആകെ 5 ചാപ്റ്ററേ ഉള്ളൂ. ടോട്ടൽ 80 മാർക്കിന് ക്വസ്റ്റ്യൻ ഇടണം. 60 മാർക്കിന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ 80 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ കാണിക്കണമെങ്കിൽ 5 ചാപ്റ്ററൊന്നും 15 to 20 ഇടയിലായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇട്ട് പോകേണ്ടി വരും. റെഡി? സോ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഈ 5 ചാപ്റ്റേഴ്സ് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതൊക്കെ ക്ലീഷേ ഡയലോഗാ. അത് നിങ്ങൾ തുടങ്ങണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുക. ആ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഈ 5 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മാത്രമല്ല, പക്ഷെ വേറൊരു ഹാപ്പി ന്യൂസ് വേണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ചിലപ്പോൾ 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അത് അത്യാവശ്യം ലെങ്തി ആയുള്ളതാണ്. ചിലപ്പോൾ അത് എടുത്ത് തീർന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചർ നിങ്ങളോട് പറയും, ഞാൻ എടുത്ത ചാപ്റ്റർ 4 ചാപ്റ്റേഴ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ ഈ 4 ചാപ്റ്റർ വരെ നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ആ 4 ചാപ്റ്റർ പഠിച്ചാൽ മതിയാവും. പക്ഷേ ഒഫീഷ്യലി ഓൺ എക്സാമിന് 5 ചാപ്റ്ററുകളും വരാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ 5 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി, ലാസ്റ്റ് ഇയർ ഒക്കെ ഓരോ ജില്ലകൾക്കും അല്ലെങ്കിൽ ഓരോ സ്കൂളിനും വേണ്ടിയൊക്കെ സ്പെഷ്യലായുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. പല സ്കൂളുകളിലും ഓരോ ഏജൻസിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോദ്യ പേപ്പറുകൾ വെച്ചായിരുന്നു ഓൺ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അതൊന്ന് ഏകീകൃതമാക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒരേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും എല്ലാവരും എക്സാം എഴുതേണ്ടി വരിക. സോ മാത്സിലെ ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അറിയണം. മെട്രിക്സും ഡിറ്റർമിനൻറ്റും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ എടുത്തിട്ട് 2 ചാപ്റ്ററുകളോടും സിമ്പിളായിട്ട് കവർ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതല്ല. പക്ഷെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി സ്കൂൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കാൻ കുറച്ച് സമയം കൊടുക്കണം. ഇൻവേഴ്സ് ചെറിയ ചാപ്റ്ററാണ്, പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തിട്ടോളം നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന ഒരു 75% കുട്ടികൾക്കും ഇതുവരെയുള്ള 5 ചാപ്റ്ററിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത് ഇൻവേഴ്സ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇൻവേഴ്സ് ഒക്കെ വളരെ സിമ്പിളായുള്ള ചാപ്റ്ററാണ്. വെരി 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 ഈസി ചാപ്റ്റർ. ഇൻവേഴ്സിനേക്കാളും ആക്ച്വലി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ആണ്. പക്ഷെ അതെല്ലാവർക്കും ഈസിയാണ്. അപ്പോൾ ഇൻവേഴ്സ് ഒരു ബുദ്ധിമുട്ടേറിയ ചാപ്റ്റർ അല്ല. അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കൂടുതലൊന്നും ചെയ്യണ്ട, ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ മാത്രം ചെയ്ത് പഠിച്ചാൽ തന്നെ ഇൻവേഴ്സിൽ നിന്ന് വരുന്ന എല്ലാ കറക്റ്റ് സംഭവങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ശ്രദ്ധിക്കുക. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും ആദ്യം എടുത്ത ചാപ്റ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിരിക്കും. ഇനി എങ്ങനെ പഠിക്കണം? ഇത് കുറേ വട്ടം നിങ്ങളോട് പറഞ്ഞതാണ്. എന്നാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, മാത്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് പഠിക്കുക. ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ പഠിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നമുക്ക് NCERT-യിലുള്ള ചോദ്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അയച്ചു തന്നിട്ട് സാർ ഇത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷം. അതായത് ആൾക്കാർ മാറിയിട്ടുണ്ട്. എല്ലാവരും NCERT ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിറകിലാണ് എന്ന് മനസ്സിലാക്കണം. സോ NCERT ബേസ് ചെയ്തുകൊണ്ട് NCERT-യിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. സമയം ഉണ്ടെങ്കിൽ മിസലേനിയസ് ഒക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എക്സസൈസും എക്സാമ്പിൾസും മാത്രം ചെയ്ത് പഠിക്കുക. അടുത്തത്, നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. അത് നിങ്ങൾ
ഓൺ എക്സാമിൻ്റെ തന്നെ ചെയ്യണമെന്നില്ല. പബ്ലിക് എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്താലും നിങ്ങൾക്ക് ചാപ്റ്ററിനെ പറ്റി നല്ല ധാരണ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കിലൂടെയും കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. ആൻഡ് അടുത്തത് ഷോർട്ട് നോട്ട്സ്. ഈ NCERT ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ അധികവും PYQs ആയിട്ട് വരാറുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കണം. ഓരോ ചാപ്റ്ററിലെയും ഇക്വേഷൻസ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മളെ സിലബസ് ട്രാക്കർ കിട്ടിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊക്കെ എവിടെ ഉണ്ട്, നിങ്ങളുടെ സിലബസ് ട്രാക്കറിലുണ്ട്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. ആൻഡ് റിവിഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യമില്ല. അതായത് നിങ്ങളൊരു ചാപ്റ്റർ നല്ലതുപോലെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളോട് എന്തായാലും മറന്നുപോകും. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളും, എസ്പെഷ്യലി മാത്സിൻ്റെ കേസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, NCERT സോൾവ് ചെയ്യണം, റിവൈസ് ചെയ്യണം, ഷോർട്ട് നോട്ടുകൾ കീപ്പ് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ വൺ മോർ തിങ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ 5 ചാപ്റ്ററും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഒരു സമയം ഉണ്ടാവില്ല. അവസാനം പബ്ലിക് എക്സാം എത്തുന്ന സമയത്തായിരിക്കും പിന്നെ ഈ ചാപ്റ്റേഴ്സിനെ പറ്റി ആലോചിക്കുക. അപ്പോൾ നല്ലതുപോലെ പഠിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും കാണാം. ബൈ.